ഇസ്രയേൽ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ജൂത ജനസംഖ്യയുള്ള നഗരമാണ് ന്യൂയോർക്ക് സിറ്റി. ഏകദേശം 17 ലക്ഷത്തിനടുത്ത് ജൂതർ തിങ്ങി താമസിക്കുന്ന മെട്രോപൊളിറ്റൻ നഗരം കൂടിയാണത്. അങ്ങനെ ഒരു നഗരത്തിന്റെ മേയറായി ഒരു മുസ്ലിം തെരഞ്ഞെടുക്കപ്പെടുന്നത് ചിന്തിക്കാനാകുമോ? അതും ഏഷ്യൻ വേരുകളുള്ള ഇന്ത്യൻ പാരമ്പര്യം പേർന്ന ഒരാൾ. അപ്പുറത്ത് ഇറാൻ, ഗസ, ലബനാൻ എന്നിങ്ങനെ വലിയൊരു ഭൂമിശാസ്ത്രത്തെ സംഘർഷത്തിന്റെ തീച്ചുളയിലേക്ക് വലിച്ചിട്ട് തലയൂരാനാകാതെ ഇസ്രയേൽ വിഷമവൃത്തത്തിൽ അകപ്പെട്ടു നിൽക്കുന്ന ഒരു കാലത്ത് പ്രത്യേകിച്ചും. പറഞ്ഞു വരുന്നത് സൊഹ്റാൻ മംദാനിയെക്കുറിച്ച് തന്നെയാണ്. ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ഘട്ടം വിജയിച്ച സൊഹ്റാനെക്കുറിച്ച്. നവംബറിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകാനുള്ള നിർണായക പോരാട്ടം ജയിച്ചിരിക്കുകയാണ് ആ 33-കാരൻ. അതും സമ്പത്തുകൊണ്ടും സ്വാധീനം കൊണ്ടും കരുത്തനായ എതിരാളിയെ തറപറ്റിച്ചുകൊണ്ട്. ന്യൂയോർക്കിലെയോ അമേരിക്കയിലോ റിപ്പബ്ലിക്കന്മാർ മാത്രമല്ല, ലോകത്തെങ്ങുമുള്ള തീവ്ര വലതുപക്ഷ വിദ്വേഷ രാഷ്ട്രീയക്കാരെല്ലാം ആ ചരിത്ര വിജയത്തിൽ അസ്വസ്ഥരാണ്. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപും ആ അസ്വസ്ഥത പരസ്യമാക്കിയവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു ജൂത മുസ്ലിം സൗഹൃദത്തിന്റെ കഥ കൂടി സൊഹ്റാന്റെ വിജയത്തിന് പറയാനുണ്ട്. ഫലസ്തീനികളുടെ വിമോചന പോരാട്ടമായ ഇൻതിഫാദയ്ക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചയാളെ പിന്തുണച്ച ജൂത നേതാവിന്റെയും ജൂത സമൂഹത്തിന്റെയും കഥയാണത്. ആ കഥ വിശദമായി പറയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ന്യൂയോർക്ക് നഗരത്തിലെ ജൂത വോട്ടർമാർ പരമ്പരാഗതമായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിശ്വസ്ത വോട്ട് ബാങ്ക് ആണെന്നത് സത്യം തന്നെയാണ്. എന്നാൽ പരസ്യമായി ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച, ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തെ വിമർശിച്ച, നെതന്യാഹുവിനെ കടന്നാക്രമിച്ച സൊഹ്റാന് അവർ വോട്ട് നൽകുമോ? ഉറപ്പായുമില്ല. എന്ന് മാത്രമല്ല, സൊഹ്റാനെതിരെ എതിരാളികൾ ഉയർത്തിയ ആന്റി സെമിറ്റിക് ആരോപണങ്ങൾ നഗരത്തിലെ ജൂത വോട്ടർമാർക്കിടയിൽ ആശങ്കയായി മാറിയിട്ടുമുണ്ട്. എന്നിട്ടും ഒരു ഭാഗം ജൂത വോട്ടർമാരുടെ, പ്രത്യേകിച്ച് യുവതലമുറയുടെയും പുരോഗമന ചിന്താഗതിക്കാരുടെയും പിന്തുണ സ്വന്തമാക്കാൻ സൊഹ്റാനായി. അതിന്റെ ഒരേ ഒരു കാരണക്കാരൻ ഇതേ തെരഞ്ഞെടുപ്പിൽ സൊഹ്റാന്റെ എതിരാളിയാണ് എന്നതാണ് കൗതുകമുണർത്തുന്ന കാര്യം. അയാളുടെ പേരാണ് ബ്രാഡ് ലാൻഡർ. മുൻ ന്യൂയോർക്ക് സിറ്റി കംട്രോളറും ഡെമോക്രാറ്റിക് നേതാവും അതിസമ്പന്നനുമായ അതേ ലാൻഡർ നഗരത്തിലെ പ്രബലരായ ജൂത നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയാകാനുള്ള മത്സര രംഗത്ത് ലാൻഡറും ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് സൊഹ്റാന്റെ വിജയത്തിൽ അദ്ദേഹം നിർണായക സാന്നിധ്യമായത് എന്നാകും നിങ്ങൾ ചിന്തിക്കുന്നത്. റാങ്ക് ചോയ്സ് വോട്ടിംഗ് സംവിധാനത്തിലാണ് പ്രൈമറി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരാൾക്ക് 1ാം വോട്ടിന് പുറമെ 2ാം വോട്ടും 3ാം വോട്ടും എല്ലാം ഉണ്ടാകും. മുൻഗണന അനുസരിച്ച് ഓരോരുത്തർക്കും വോട്ട് നൽകാനുള്ള അവസരമാണ് ഇത് തുറക്കുന്നത്. ഈ സംവിധാനത്തെ വലിയൊരു സാധ്യതയായി ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു സൊഹ്റാനും ലാൻഡറും. പൊതുപരിപാടികളിലും പ്രചാരണ യോഗങ്ങളിലും അഭിമുഖങ്ങളിലും ചാനൽ ചർച്ചകളിലുമെല്ലാം രണ്ടുപേരും പരസ്പരം എൻഡോഴ്സ് ചെയ്തു. അതായത് ലാൻഡറെ വിജയിപ്പിക്കണമെന്ന് സൊഹ്റാനും സൊഹ്റാനെ വിജയിപ്പിക്കണമെന്ന് ലാൻഡറും വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. സെമിറ്റിക് വിരുദ്ധൻ, ജൂത വിരുദ്ധൻ എന്നെല്ലാം പഴികേട്ടയാളാണ് സൊഹ്റാൻ. നഗരത്തിലെ ശതകോടീശ്വരന്മാർ മുതൽ ജൂത നേതാക്കൾ വരെ അതേ കാര്യം ചൂണ്ടിക്കാട്ടി യുവ നേതാവിനെതിരെ വോട്ടർമാർക്കിടയിൽ ഭീതി പടർത്താൻ ആഞ്ഞു ശ്രമിച്ചിരുന്നു. ഒരു പരിധിവരെ വോട്ടർമാരെ സ്വാധീനിച്ച ഈ പ്രചാരണങ്ങളെ മറികടക്കാൻ സഹായിച്ചത് ലാൻഡർ എന്ന ജൂത നേതാവിന്റെ എൻഡോഴ്സ്മെന്റ് ആയിരുന്നു. ഒരു വിഭാഗം ജൂതന്മാർക്കിടയിൽ, പ്രത്യേകിച്ചും പുരോഗമനപരമായി ചിന്തിക്കുന്ന യുവതലമുറയ്ക്കിടയിൽ സൊഹ്റാൻ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ ലാൻഡറിന്റെ പിന്തുണ സഹായിച്ചു. ലാൻഡർക്ക് ആദ്യ വോട്ട് നൽകിയ ജൂതന്മാരിൽ പലരും 2ാം വോട്ടും 3ാം വോട്ടും എല്ലാം സൊഹ്റാന് നൽകി. ലാൻഡറിന്റെ വിജയ സാധ്യത വിരളമായതിനാൽ ചിലരെല്ലാം സൊഹ്റാന് 1ാം വോട്ടും പതിച്ചു നൽകി. അങ്ങനെയാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം 20% ജൂത വോട്ട് കൂടി നേടി സൊഹ്റാൻ ചരിത്ര വിജയം നേടുന്നത്. പൊതുശത്രുവായി ആൻഡ്രൂ ക്യൂമോ എന്നൊരു കരുത്തൻ എതിരാളിയായി വന്നതുകൊണ്ടുകൂടിയാണ് രണ്ടുപേരും സഹകരിച്ചുള്ള പ്രവർത്തനത്തിന് വഴി തുറന്നത്. രണ്ടുപേരും പരസ്പരം ധാരണയോടെ പ്രചാരണം നയിച്ചപ്പോൾ മറുവശത്ത് ക്യൂമോയ്ക്ക് എല്ലാം അയാൾ മാത്രമായിരുന്നു. നഗരത്തിലെ ശതകോടീശ്വരന്മാരുടെ പിന്തുണയുടെ ആത്മവിശ്വാസത്തിൽ റാങ്ക്ഡ് ചോയ്സ് സംവിധാനത്തിന്റെ സാധ്യതയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചതേയില്ല. എല്ലായിടത്തും ചെന്ന് താനാണ് ജയിക്കേണ്ടതെന്ന് മാത്രം പ്രസംഗിച്ച് നടന്നു ക്യൂമോ. അവിടെയാണ് ലാൻഡർ സൊഹ്റാൻ കൂട്ടുകെട്ട് വിജയിച്ചത്. ഡെമോക്രാറ്റിക് പ്രൈമറി നടക്കുന്നതിന്റെ തലേനാൾ CBS ചാനലിൽ ദി ലേറ്റ് ഷോ വിത്ത് സ്റ്റീഫൻ കോൾബർട്ട് അഭിമുഖ പരിപാടിയിൽ ഒപ്പം പ്രത്യക്ഷപ്പെടുന്നുണ്ട് സൊഹ്റാൻ മംദാനിയും ബ്രാഡ് ലാൻഡറും. ആ ചർച്ചയിൽ ലാൻഡർ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അഴിമതിക്കാരനും അധാർമികനുമായ ആൻഡ്രൂ ക്യൂമോയെ സിറ്റി ഹാളിന്റെ അടുത്തേക്ക് പോലും അടുപ്പിക്കരുതെന്ന കാര്യത്തിൽ തങ്ങൾ ഒറ്റക്കെട്ടാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ രാഷ്ട്രീയ തന്ത്രത്തിൽ മാത്രമായിരുന്നില്ല, ആശയപരമായും രണ്ടുപേരും പല കാര്യങ്ങളിലും ഒരേ പക്ഷത്തായിരുന്നു. പ്രൈമറി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഒരിടത്ത് ബ്രാഡ് ലാൻഡർ നടത്തിയ പ്രഖ്യാപനം ആ സമാന രാഷ്ട്രീയം വെളിപ്പെടുത്തുന്നതായിരുന്നു. മുസ്ലിം ന്യൂയോർക്കുകാരെയും ജൂത ന്യൂയോർക്കുകാരെയും വിഭജിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. നമ്മുടെ സുരക്ഷയും പ്രതീക്ഷകളും സ്വാതന്ത്ര്യവുമെല്ലാം പരസ്പര ബന്ധിതമാണ്. അതിനെ തിരിച്ചുവിടാൻ ആരെയും അനുവദിക്കരുതെന്നായിരുന്നു ലാൻഡറുടെ പ്രഖ്യാപനം. ചിലയിടങ്ങളിൽ ലാൻഡറും സൊഹ്റാനും ഒരുമിച്ച് വോട്ട് തേടി ആളുകൾക്കിടയിൽ ഇറങ്ങുക പോലും ചെയ്തിരുന്നു എന്നതാണ് രസകരമായ കാര്യം. ഇത് ആളുകൾക്ക് പുതുമയുള്ള കാഴ്ചയായിരുന്നു.
സിറ്റി ബൈക്കിൽ ഒരുമിച്ച് വോട്ട് തേടി പ്രോസ്പെക്ട് പാർക്ക് വെസ്റ്റിലെത്തുന്ന രണ്ടുപേരുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലായിരുന്നു. നിറഞ്ഞ കയ്യടികൾക്കിടയിലേക്കാണ് ഇരുവരും സൈക്കിൾ ചവിട്ടിയെത്തിയത്. ഏതായാലും അപരവിദ്വേഷം പിടിമുറുക്കുന്ന ഈ കാലത്ത് ഡൊണാൾഡ് ട്രംപിന്റെ അതേ അമേരിക്കയിൽ സൊഹ്റാൻ മംദാനി എന്നൊരു യുവ മുസ്ലിം നേതാവ് ന്യൂയോർക്ക് നഗരത്തിന്റെ അധിപനാകാനുള്ള സാധ്യതകൾ തെളിയുകയാണ്. ഡെമോക്രാറ്റിക് കോട്ടയായ നഗരത്തിൽ സൊഹ്റാന് മുന്നിൽ ആ ചരിത്ര നിയോഗത്തിന് ഇനി അധികം കടമ്പകളില്ല. പ്രത്യേകിച്ചും ബ്രാഡ് ലാൻഡർ എന്നൊരു വലിയ ജൂത നേതാവ് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കാനുണ്ടാകും എന്ന സത്യം മുന്നിൽ നിൽക്കുമ്പോൾ, മറുവശത്ത് പക്ഷേ സൊഹ്റാനെ തോൽപ്പിക്കാനായി ബിസിനസ് ഭീമന്മാരുടെയും തീവ്ര വലതുപക്ഷത്തിന്റെയും അവിശുദ്ധ കൂട്ടുകെട്ട് രൂപപ്പെടുന്നുണ്ടെന്ന വെല്ലുവിളി മാത്രമാണ് മുന്നിൽ അവശേഷിക്കുന്നത്.